Force of attraction between 2 point charges placed at a distance d is F. It's a 1-mark question. What distance apart should they be kept in the same medium so that the force between them is F by 3? So here what is given? 2 point charges are there. And their separation between the charge is small d and force is F. F is the force. What's the distance? D is the distance. What is the force? F. 2 charges are there, point charges. Then what distance apart should they be kept in the same medium so that force between them is F by 3? F by 3. In order to become the force F by 3, what should be the distance between them? For that, we know the Coulomb's law, F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. Here it is D, they have given. For force F, the distance is D. So we wrote the formula with F and D. Okay. Then F by 3, next case, F should be F by 3. What should be the distance? Same charges, same medium. So Q1, Q2 is not changing, epsilon 0 is not changing. Only the distance is changing. So we can write another distance R or X, like that, anything you can take. Let R be the distance at that time. Then in order to get the value of R, you just find the ratio. That should come to your mind. To get R, all other quantities are there. To get R, you should find the ratio of this. So just to find the ratio, we get 3 to the numerator, 3 equal to R square by D square. So what is R? R is equal to, R square is 3D square. R equal to root 3D എന്ന് വരും. Root 3 എന്ന് പറഞ്ഞാൽ 1.732. Root 3 means 1.732. അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. It's a 1 mark. റൂട്ട് 3 ഡി എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. പക്ഷേ നമ്മൾ റൂട്ട് 3യുടെ വാല്യൂയും കൂടി എഴുതണം എന്നാണ് പറയുന്നത്. 1.732. ആ ഇങ്ങനെ രണ്ട് കേസ് തന്നിട്ട് ആറ് കണ്ടുപിടിക്കാൻ പാടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ പോലെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത റേഷ്യോ രീതിയിൽ ചെയ്താൽ പോലെ മതി കേട്ടോ. 2 കേസ് വരുമ്പോഴാണ് അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ പലപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 2 ഫിക്സഡ് പോയിന്റ് ചാർജസ് +4e ആൻഡ് ഇ. 2 ചാർജാണ്, ഒന്ന് +4e, മറ്റേത് ഇ. അപ്പോൾ നമ്മളൊരു ഡയഗ്രം വരച്ചു. ഒരു ചാർജ് +4e, അതർ ചാർജ് +e എന്ന് എഴുതി. യൂണിറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എ. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദം എ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക, അതിനനുസരിച്ച് നമ്മളൊരു ഡയഗ്രം വരയ്ക്കുക. എ ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, അത് മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അവിടെ വരെയുള്ളത് ചെയ്തു. വെയർ ഷുഡ് ദ തേർഡ് പോയിന്റ് ചാർജ് ബി പ്ലേസ്ഡ് ഫോർ ഇറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം? അപ്പോൾ ഈ ചാർജ് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ, ഒരു വേറൊരു ചാർജ് വെച്ചാൽ അത് ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഏത് ഡിസ്റ്റൻസിൽ നമ്മൾ വെക്കണം? വെയർ ഷുഡ് ദ തേർഡ് ചാർജ് ബി പ്ലേസ്? ഇതാണ് തേർഡ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. വെയർ ഷുഡ് ദ തേർഡ് ചാർജ് ബി പ്ലേസ്ഡ് ഫോർ ഇറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം? അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാവുകയും വേണം. വി ആർ കീപ്പിംഗ് എ ചാർജ് ഇൻ ബിറ്റ്വീൻ ദ 2 charges. Where should we don't know where should that charge be placed so that net force is 0. നെറ്റ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് 0 ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ ആ ചാർജ് നമ്മൾ എവിടെ വെക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയില്ല എവിടെ വെക്കണം എന്ന്. നമ്മൾ എന്ത് ചെയ്യും? എക്സ് എന്ന് പറഞ്ഞു എഴുതും. ദാറ്റ് ദ ചാർജ് ബി പ്ലേസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ഫസ്റ്റ് ചാർജ്. ഫസ്റ്റ് ചാർജിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെ വെക്കണം എന്ന് നമ്മൾ പറയാണ്. നമുക്കറിയില്ല എവിടെ വെക്കണം എന്ന്. അപ്പോൾ എക്സ് എന്ന് എഴുതി. അപ്പോൾ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്തായി? a-x ആയി അല്ലേ? ടോട്ടൽ ഡിസ്റ്റൻസ് എ ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ദൂരം എക്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? a-x ആയിരിക്കും അല്ലേ? ഈ ചാർജിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം a-x. അപ്പം നെറ്റ് ഇക്വിലിബ്രിയത്തിലാവണം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് 0 ആവണം. കാരണം ഇവിടെ ഒരു ചാർജ് ക്യൂ വെച്ചെന്ന് വിചാരിക്കും, +q വെച്ചെന്ന് വിചാരിക്കും. അപ്പോൾ ഈ +4 എന്നുള്ള ചാർജ് ഒരു ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ എങ്ങോട്ടായിരിക്കും? ജ്ഞാനപ്രകാശം ആ ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ആയിരിക്കും റൈറ്റിലേക്ക് ആയിരിക്കുമോ? +q മേലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ +4 എന്നുള്ള ചാർജ് ഇത് മേലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് റൈറ്റിലേക്ക് ആയിരിക്കുമോ ലെഫ്റ്റിലേക്ക് ആയിരിക്കുമോ? റൈറ്റിലേക്ക്. കാരണം ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്, ഇത്
ഇതിനെ റൈറ്റിലേക്ക് ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. ഇനി അതുമാതിരി തന്നെ പ്ലസ് ഇ എന്നുള്ള ചാർജും ഇതുമേലെ ഒരു ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യും. അത് ലെഫ്റ്റിലേക്ക് ആയിരിക്കോ റൈറ്റിലേക്ക് ആയിരിക്കോ? ദീപാംശ, പ്ലസ് ഈ ചാർജും ഒരു ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യും ഈ ചാർജ് മേലെ. അത് ലെഫ്റ്റിലേക്ക് ആയിരിക്കോ റൈറ്റിലേക്ക് ആയിരിക്കോ? ദീപാംശ, ലെഫ്റ്റിലേക്ക്. അതായത് ഓക്കെ, ലെഫ്റ്റിലേക്ക് ആയിരിക്കും. കാരണം റിപ്പൽസീവ് ആണ്. ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. അപ്പം അതുകൊണ്ട് റിപ്പൽസീവ് ആണ്. അപ്പം അത് ലെഫ്റ്റിലേക്ക്. അപ്പം നമുക്കറിയാം ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി എന്ത് ഈക്വൽ ആവണം? ഫോഴ്സസിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി എന്താണ് ഇവിടെ ഈക്വൽ ആവേണ്ടത്? ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ആരോട് ചോദിക്കാം? കൃഷ്ണപ്രിയ, പിന്നെ എന്താണ് ഈക്വൽ ആവേണ്ടത്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി. ഇനി എന്താണ് ഈക്വൽ ആവേണ്ടത്? കൃഷ്ണപ്രിയ, ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഇനി എന്താണ് അവിടെ സെയിം ആവേണ്ടത്? അതിൻ്റെ എന്ത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ് അവിടെ ഈക്വൽ ആവേണ്ടത്? കൃഷ്ണപ്രഭ, പിന്നെ എന്താണ് അവിടെ ഈക്വൽ ആവേണ്ടത്? ചാർജ് അല്ല. കൃഷ്ണപ്രിയ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ലേ? ലക്ഷ്മിപ്രിയ, എന്താണ് അവിടെ ഈക്വൽ ആവേണ്ടത്? ഇക്വിലിബ്രിയത്തിലാവണം. അറിയില്ല. ആർക്കെങ്കിലും അറിയോ? മിത്ര, മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് അല്ലേ? അതായത് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയി. ഇനി എന്താണ് അവിടെ ഈക്വൽ ആവേണ്ടത്? ആ ഒരു മാഗ്നിറ്റ്യൂഡ് തമ്മിൽ ഈക്വൽ ആവണം. F1ഉം F2ൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി ഈക്വൽ ആയാൽ മാത്രമേ അത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പഠിച്ചിട്ടില്ലേ? ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാലല്ലേ? ഇപ്പം കണ്ട ഇവിടെ ഇങ്ങോട്ട് അത് രണ്ടും ഈക്വൽ. ആരാണ് അഡ്മിറ്റ് ചെയ്യും മേഘനെ? ഇനിയിപ്പോൾ ആരും കാണുന്ന ലിസ്റ്റിൽ കണ്ട എല്ലാവരും അഡ്മിറ്റ് ആക്കി. വന്നവരൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വരുമ്പോൾ ചെയ്യാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഡയറക്റ്റ് ചേർന്നെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കായിരുന്നു. എന്നാൽ ആരും ലിങ്ക് അല്ലല്ല, നമ്പർ അല്ലേ? അറിയില്ലേ? നമ്പർ അറിയില്ലേ എല്ലാവർക്കും? ചിലവർക്ക് കാണാൻ പറ്റണില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. 581-641-661 ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്തെ. വെബക്സിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഗൂഗിളിൽ. മറ്റേത് എടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടി ഈക്വലായാൽ മാത്രമേ അത് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. അപ്പോൾ നമ്മൾ F1 ഫോർമുല എഴുതി. 1/4πε0 Q × 4E/x² directed away from 4E. ഇനി ഫോഴ്സ് ഓൺ ദിസ് ചാർജ് എക്സെപ്റ്റഡ് ബൈ ദ ചാർജ് പ്ലസ് ഇ എന്നുള്ള ഫോഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. എന്താ? F2 = 1/4πε0 Q × E/ ബാക്കിയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? A-x². ഈ സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായോ? പ്ലീസ് റെസ്പോൺസിബിൾ ചിൽഡ്രൻ. ഇത് മനസ്സിലായോ? കൊളംസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഇനി മാഗ്നിറ്റ്യൂഡും കൂടി ഈക്വൽ ആയാലേ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. F1 = F2 എന്ന് എഴുതണം. കണ്ട, മാഗ്നിറ്റ്യൂഡും കൂടി ഈക്വൽ ആവണം. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഇനി മാഗ്നിറ്റ്യൂഡും കൂടി ഈക്വൽ ആയാലേ നെറ്റ് ഫോഴ്സ് 0 ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി. F1ൻ്റെ F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി. സെയിം ഉള്ള ടേംസ് ക്യാൻസൽ ചെയ്തു. Q ക്യാൻസൽ ചെയ്തു, E ക്യാൻസൽ ചെയ്തു, 4πε0 ക്യാൻസൽ. അപ്പോൾ ഇവിടെ 4 ഉണ്ട്. 4/x² = 1/A-x² എന്ന് കിട്ടി. We take the square root of this. Both side we take the square root. 2/x = 1/A-, square taking the square root. Then cross multiply. X = 1 × x. X = 2. ഈ റൂട്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. റൂട്ട് ചെയ്യാണ്ട് ചെയ്യാം. പക്ഷേ റൂട്ട് ചെയ്യുമ്പോൾ ഈസി ആയി. അത്രേ ഉള്ളൂ കേട്ടോ.
റൂട്ട് ഇപ്പം അങ്ങനത്തെ നമ്പർ ആണെങ്കിൽ നമുക്ക് റൂട്ട് എടുക്കാം. ഇപ്പോൾ ഇവിടെ 3 ഒക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നല്ല നമ്പറുകൾ കാണുമ്പോഴേ നമുക്ക് അതിൻ്റെ റൂട്ട് എടുത്ത് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, റൂട്ട് എടുക്കും, രണ്ടിടത്തും സ്ക്വയർ ഉണ്ട്, റൂട്ട് എടുക്കാൻ പറ്റിയൊരു നമ്പറാണ്, അങ്ങനെ റൂട്ട് എടുക്കുക. അതല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യില്ല, അതുപോലൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് 2x = 2a - 2x കിട്ടി. 3x = 2, ഈ എക്സിനും ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 3x ആയി. 3x = 2a, x = 2a/3 എന്ന് കിട്ടി. അപ്പോൾ 2a/3 ഡിസ്റ്റൻസിൽ വെച്ചാലേ ചാർജ് ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. ഹെൻസ് ചാർജ് Q ഷുഡ് ബി ഹെൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 2a/3 ഫ്രം ദ ചാർജ് +4e ആണ് എൻ്റെ ആൻസർ. ഇനി ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, ടീച്ചർ അത് പേജ് അയച്ചു തന്നിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ ആർ പ്ലേസ്ഡ് 1.6 centimeter apart in free space. Find the magnitude and electrostatic force between them. ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൊളംബിൽ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഫോഴ്സ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് മീറ്ററിലാക്കണം കേട്ടോ, ഇൻറ്റു 10⁻⁻² ചെയ്തിട്ട്, എന്നാലേ ഫോഴ്സ് ന്യൂട്ടണിൽ കിട്ടുള്ളൂ. പിന്നെ നമുക്കറിയാം ഇലക്ട്രോണും പ്രോട്ടോൺ ആയതുകൊണ്ട് അത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും ബിറ്റ്വീൻ ദം. അതാണ് നേച്ചർ ഓഫ് ദ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചിരിക്കും. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, സോ യു ക്യാൻ ഡു ദാറ്റ് ഹോംവർക്ക്. ഇനി നമുക്ക് ഇത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് പോയിന്റ് ചാർജസ്. ഇനി എപ്പോഴും പോയിന്റ് ചാർജസ് തന്നെ ആവണമെന്നില്ല, പല കേസസ് പോസിബിളാണ്. ചാർജ് കുറേ ഉണ്ടാവും, ചിലപ്പോൾ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ, ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എൻ ഏരിയ, ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോളിയം. ഡിഫറെൻറ്റ് കേസസ് അറൈസ്. We are dealing with different such cases. So a system of closely spaced charges. ടീച്ചർ ഒരു വീഡിയോ ഇട്ടുതരാം. Some cases charge may be distributed over a line. വീഡിയോ ഇട്ടുതരാം. ഓക്കെ, മുമ്പ് കാണിച്ചു തരാറുള്ള അതേ വീഡിയോ തന്നെയാണ്. Linear when we are talking about a line, for example, a thin rod. So that's where we talk about linear charge density. Lot of theory. काफी सारी theory पढ़ी and let's look. ഇതല്ല പറഞ്ഞെടുക്കും. Time to introduce the next character of the movie, and that is electric field. So what's electric field? It's the region around a charged ball. Are we done? Not really. Because in അത് പിന്നെ ടീച്ചർ പറഞ്ഞത് ഇത് നോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ ടീച്ചർ പിന്നെ പറഞ്ഞു നമ്മളെ പേജെടുക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് വെൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ലൈൻ, അതാണ് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞാൽ ടീച്ചർ മലയാളത്തിലും കൂടി പറയുന്നത് വെച്ചാൽ നിങ്ങൾ ക്ലിയർ ആവാൻ വേണ്ടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ പറയാം, അല്ലെങ്കിൽ ടീച്ചർ മൊത്തം മലയാളത്തിലാണ് എടുക്കണതെന്ന് പറയണ്ട.
ടീച്ചർ മനസ്സിലാവാൻ വേണ്ടിയാണ് മലയാളത്തിൽ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പറഞ്ഞുതരാം. അതായത് ചാർജ് പോയിന്റ് ചാർജിൻ്റെ കാര്യങ്ങളാണ് കൊളൂംസ് ലോയിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ചാർജ് ചിലപ്പോൾ പോയിന്റ് ചാർജ് ആവണമെന്നില്ല. ചില കേസിൽ അത് ലൈനുമ്മൽ കൊടുക്കാം, അതല്ലെങ്കിൽ സർക്കിളുമ്മൽ കൊടുക്കാം ചാർജ്, അതല്ലെങ്കിൽ ഒരു ഏരിയ, ഒരു ഷീറ്റ് എടുത്ത്, മെറ്റൽ ഷീറ്റ് എടുത്ത് അതുമ്മൽ കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു ക്യൂബ് എടുത്തു ആ ക്യൂബുമ്മൽ ചാർജ് കൊടുക്കാം. അതൊക്കെ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ചാർജ് ക്യാൻ ബി ഗിവൺ ഓൺ എ ലൈൻ, on the circumference of a circle, it can be given on a sheet, metallic sheet, or it can be given on a cubical body, like that. But in different cases, when charge is given on a line, that distribution is known as linear charge distribution. ഞാൻ എടുത്തു കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. അപ്പോൾ when charge is distributed uniformly along a line, example a straight line or circumference of a circle, this is represented in terms of lambda. The charge, when it is given on a line, it is represented in terms of lambda. But charge, linear charge density എന്നാണ് നമ്മൾ പറയുന്നത്. Lambda means linear charge density. So what is linear charge density? Charge per unit length. So charge is given on a line and that charge per unit length is known as linear charge density, lambda equal to dq by dl. dq is the charge on the body and dl is its length. Then charge per unit length is known as linear charge density. So what is linear charge density? When charge is distributed over a length, that charge per unit length, total charge by total length, അതാണ് charge per unit length. അതാണ് linear charge density and it is denoted with the letter lambda. And what will be its unit? Charge unit is coulomb and the length unit is meter. അപ്പോൾ coulomb per meter. അപ്പോൾ linear charge density എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. linear charge density ഒരെണ്ണം പഠിച്ച് കിട്ടിയാലല്ലേ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ആ ഇത് ഒരു ലൈനിൽ പല ചാർജസ് ആണോ അല്ലെങ്കിൽ ടോട്ടൽ ഒറ്റ ചാർജ് ആയിരിക്കും? ഒറ്റ ചാർജ് അല്ല, കുറെ ചാർജുകൾ കൊടുത്തിരിക്കുകയാണ് ലൈനുമ്മ. ആ ലൈനുമ്മ നിറയെ ചാർജ് ടോട്ടൽ. മാം അതെ, ഒരു നൂല്, ആ നൂലില് കുറെ ചാർജസ് ഉണ്ട്. ഒരു സിസ്റ്റത്തിന്റെ അകത്ത് ചാർജിന് വെച്ചാൽ ഡിഫറെന്റ് ലെവലിലായിട്ടുള്ള ചാർജസ് ആയിക്കൂടെ? അപ്പോ അതായത് ഇപ്പോ നൂലിന്റെ ഭാഗത്ത് 4+4ഉം പിന്നെ മിഡിലായിട്ട് +3ഉം പിന്നെ മറ്റേ അറ്റത്ത് +5ഉം, അപ്പൊ അങ്ങനെ ഈക്വൽ അല്ലാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത. അതുകൊണ്ടാണ് നമ്മൾ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എടുക്കുന്നത് കേട്ടോ. ചിലപ്പോൾ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അപ്പോൾ ടോട്ടൽ ചാർജ് ബൈ ഇറ്റ്സ് ലെങ്ത് എടുക്കും. അങ്ങനെ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. മനസ്സിലായ? ഇവിടെ നമ്മൾ പറയുന്ന കേസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കണ്ട, യൂണിഫോംലി ആണ്. കണ്ട, ഞാൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി, അപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അതല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ടോട്ടൽ ചാർജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിൻ്റെ ടോട്ടൽ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അല്ലെങ്കിൽ ഓരോ സെക്ഷനിലും അത് വ്യത്യാസം വരില്ലേ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അലോങ് എ ലൈൻ. ഓക്കെ, അലോങ് അത് സ്ട്രെയിറ്റ് ലൈൻ ആവാം, അല്ലെങ്കിൽ സർക്കംഫറൻസ് ഒക്കെ. പറഞ്ഞോളൂ. യൂണിഫോം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓരോ സെക്ഷൻ്റെ എടുക്കേണ്ടി വരും. വ്യത്യാസമുള്ള അർത്ഥം മാറ്റി എടുക്കേണ്ടി വരും. നമ്മൾ പഠിക്കുന്നത് ഇങ്ങനത്തെ കേസാണ് കേട്ടോ, യൂണിഫോമിൻ്റെ കേസാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. കുഴപ്പമില്ല, പേടിക്കാനില്ല. യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ടഡ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. വേറൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈൻ, ആ ലൈനുമ്മൽ കണ്ട പോസിറ്റീവ് ചാർജാണ്. നമ്മൾ പഠിക്കുന്നത് മുഴുവൻ പോസിറ്റീവ് ചാർജിൻ്റെ കാര്യമാണ് കേട്ടോ. പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ലൈനുമ്മ. ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിരിക്കുകയാണ്. ഇത് വലിയൊരു ചാർജാണ്. ഇവിടെ ഒരു സ്മോൾ ചാർജ് Q0 എന്നുള്ള സ്മോൾ ചാർജ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുമേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഈ ചാർജ് മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, ഇപ്പം നമുക്കറിയാം കൊളൂംസ് ലോ ആണെങ്കിൽ 2 പോയിന്റ് ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊളൂംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
Now here we are having a distribution of charge. It is not a point charge. Distribution of charge ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊളംസിൽ അപ്ലൈ ചെയ്യും? ഡിഫിക്കൽട്ട് ആണ്, പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ചാർജ് കൺസിഡർ ചെയ്യും, dq. We consider a small charge dq here and its length is dl. Understand? അപ്പോൾ dqയും q0 തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കും. അപ്പോൾ Coulomb's law. By Coulomb's law, we can calculate the force between the small charge dq and q0. So dF is equal to 1/4π0 q0 dq by r square into r cap. R cap is the unit vector in the direction of this r. അതായത് dqയും rഉം തമ്മിലുള്ള ഡയറക്ഷൻ ഓഫ് ഫോഴ്സും കൂടാണ്. റിപ്പൽസീവ് ആണ്. ഇതൊരു വലിയൊരു പോസിറ്റീവ് ചാർജാണ്, ഇതൊരു കുഞ്ഞി പോസിറ്റീവ് ചാർജാണ്. അതിനെങ്ങോട്ട് റിപ്പൽ ചെയ്യും, പോസിറ്റീവാണ്, അതുകൊണ്ട് റിപ്പൽ ചെയ്യും. അപ്പോൾ ലീനിയർ ചാർജ്, ഈ വലിയ ലീനിയർ ചാർജ് ഇതിന്മേലൊരു ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യും. അപ്പം അത് ഇങ്ങോട്ടല്ല വലിക്കുക, അകന്നു പോകാനാണ് അല്ലേ, എവേ ഫ്രം ഇറ്റ് ആണ് ഈ ചാർജിന് എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ്. ഫോഴ്സ് ഓൺ q0 ഡ്യൂ ടു ദിസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ that will be in the direction of f, and we have marked r cap here. R cap is the unit vector in the direction of this force. R cap is the unit vector in the direction of force. അപ്പോൾ നമ്മൾ ആർ ക്യാപ്പ് എന്ന് എഴുതിയാൽ മതി, ആർ സ്ക്വയർ എഴുതിയിട്ട് ആർ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ അതിന് ഡയറക്ഷൻ കിട്ടി. ഇത് മാഗ്നറ്റ്യൂഡാണ്, ഇതാണ് നമുക്ക് ഡയറക്ഷൻ തരുന്നത്. പറഞ്ഞോ മാം. ആ ലീനിയർ ലൈനിൽ നിന്നുള്ള എല്ലാ ഫോഴ്സ് ആണോ ഈ ചാർജിലേക്ക് റിപ്പല്ലാണ്? അത് നമ്മൾ അതിന് വേണ്ടി കണ്ടുപിടിക്കാനൊരു എളുപ്പവഴി പറയുന്നതാണ്. അപ്പോൾ Coulomb's law അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ആകെ കയ്യിലുള്ളത് Coulomb's law ആണ്, അത് വെച്ച് അപ്ലൈ ചെയ്യണം നമുക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു വലിയൊരു ചാർജിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രം കൺസിഡർ ചെയ്യും, dq എന്നുള്ള ചാർജ്. ഓക്കെ, പോയിന്റ് ചാർജ്. മനസ്സിലായോ? ബാക്കിയുള്ളത് പറയാൻ പോകുന്നുള്ളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്യും ടോട്ടൽ ലെങ്ത്തിൽ. അപ്പോൾ നമ്മൾ ആദ്യം സ്മോൾ ചാർജ് dq കൺസിഡർ ചെയ്തു. എന്നിട്ട് അത് q0യും dqയും തമ്മിലുള്ള ഫോഴ്സാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് Coulomb's law വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/4π0 അപ്പോൾ q0 dq എന്നുള്ളത് ലാംഡ dl ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് dq/dl ആണ് ലാംഡ. അപ്പോൾ dq എന്നുള്ളതിൻ്റെ ചാർജ് നമുക്ക് കിട്ടി ലാംഡ dl ആണ്. അപ്പോൾ അവിടെ ലാംഡ വന്നു, കണ്ട. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അറിയാമെങ്കിൽ ഏത് ലെങ്ത്തിൻ്റെയും ചാർജ് നമുക്ക് കണ്ടുപിടിക്കാം. dq/dl ലാംഡ എന്ന് പറഞ്ഞാൽ dl ലെങ്ത്തിൻ്റെ ചാർജ് എത്രയായിരിക്കും? ലാംഡ dl ആയിരിക്കും. അപ്പം എത്ര ലെങ്ത്തിൻ്റെ വേണമെങ്കിലും നമുക്ക് ചാർജ് നമുക്ക് പറയാൻ പറ്റും. ലാംഡ dl കണ്ടാൽ മതി. ഓക്കെ, ലാംഡ ഇൻറ്റു ദാറ്റ് ലെങ്ത് അങ്ങനെ എഴുതി. അപ്പോൾ ലാംഡ dl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കേട്ടോ. അതാണ് ഇവിടെയാണ് ലാംഡയുടെ ഇത് വരുന്നത്, ഇമ്പോർട്ടൻസ് വരുന്നത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഇപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് ആയിരിക്കും ചാർജ് വയർ, ഇത് ഇൻഫിനിറ്റ്ലി ലോങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എടുത്തിട്ട് എത്ര ലെങ്ത് എന്ന് വെച്ചാൽ അതനുസരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ലാംഡ dl എഴുതി. വെൻ വി ആഡ് വെക്ടോറിയലി ഓൾ സച്ച് കോൺട്രിബ്യൂഷൻ ഓഫ് സ്മോൾ ചാർജ് എലിമെൻറ്റ്സ് വി ക്യാൻ റൈറ്റ് ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ദ ടെസ്റ്റ് ചാർജ് q0. എങ്ങനെയാണ്? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ ഓവർ ദ ടോട്ടൽ ലെങ്ത് L. L ആണ് ടോട്ടൽ ലെങ്ത്. അപ്പോൾ ഇൻ്റഗ്രൽ L എന്ന് എഴുതണം. ഇൻ്റഗ്രൽ ഓവർ ദ ടോട്ടൽ ലെങ്ത് L. ബാക്കി ഇവിടെ ഉള്ളത് എഴുതിയാൽ മതി. കോൺസ്റ്റൻറ്റ് മാത്രം പുറത്തേക്ക് എടുക്കുക. q0 ഇസ് കോൺസ്റ്റൻറ്റ്, 4π0 കോൺസ്റ്റൻറ്റ്. വേരി ചെയ്യുന്നത് ലാംഡയും വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, ലാംഡ ഇവിടെ പുറത്തേക്ക് എടുക്കാം. ലാംഡ കോൺസ്റ്റൻ്റ് ആണല്ലോ. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്ത്, ഡിസ്റ്റൻസ് സെയിം ആണ്, ഡിസ്റ്റൻസും പുറത്തേക്ക് എടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ വേറൊരു ഡിസ്റ്റൻസിലാണെങ്കിൽ മാത്രമേ വേരി ചെയ്യുള്ളൂ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ദ ഹോൾ ലെങ്ത് ലാംഡ dl/r² ഇൻറ്റു r cap ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ Coulomb's law അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻ്റഗ്രൽ ഓവർ ദ ടോട്ടൽ ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോഴ്സ് കിട്ടും. അപ്പോൾ ഇതായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല നമുക്ക്, പക്ഷേ വേറെ ഡെറിവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും കേട്ടോ. വാട്ട് ഈസ് ലീനിയർ ചാർജ് ഡെൻസിറ്റി, വാട്ട് ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി, വാട്ട് ഈസ് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നൊക്കെ എന്താണെന്ന് അറിയണം. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിപ്പോൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി നോക്കാം. അപ്പം പിന്നെ വീണ്ടും വീണ്ടും പറയൊന്നുമില്ല. അപ്പം എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, പഠിച്ചില്ലേ. ഇപ്പം വാട്ട് ഈസ്
linear charge density, what is surface charge density. അപ്പോൾ നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നത്. നമ്മൾ പോയിന്റ് ചാർജ് മാത്രം പഠിച്ചാൽ പോരാ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ഈ കേസ് എടുക്കാം. സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, മറ്റേതിൽ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇനി സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. സോ ഹിയർ ദ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ഷീറ്റ്, അതായത് തിൻ ഷീറ്റാണ്. സർഫസ് എന്ന് പറയുമ്പോൾ വോളിയം കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഒരു ചെറിയൊരു ഷീറ്റ്, തിൻ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമേലെ ചാർജ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഏരിയ. അപ്പോൾ നമുക്കിവിടെ നമുക്ക് എന്ത് കിട്ടി? ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ ഷീറ്റ്. Then in such cases, what we take? Charge per unit area is taken. It is known as surface charge density. Charge per unit area is known as surface charge density. Surface density of charge, like surface charge density is equal to charge per unit area. അപ്പോൾ എന്ത് ഏരിയയ്ക്ക് നമ്മളിവിടെ എസ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ ഏരിയ കൺസിഡർ ചെയ്തു, ഡി എസ് ആണ് ഏരിയ, സ്മോൾ ഏരിയ ഡി എസ്. അപ്പോൾ ചാർജ് എന്തായിരിക്കും? ഡി ക്യൂ എന്ന് എടുക്കാം. സ്മോൾ ചാർജിൻ്റെ ഡി ക്യൂ, സ്മോൾ ഏരിയ ഡി എസ്. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഡി ക്യൂ ബൈ ഡി എസ്, ദാറ്റ് ഈസ് സിഗ്മ. സിഗ്മ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എസ്. അപ്പോൾ നമുക്ക് ഡി ക്യൂ ഒരു ഇത്രയും ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? സിഗ്മ ഡി എസ് എന്ന് എഴുതാം. അതാണ് അതിൻ്റെ സിഗ്മയുടെ ഗുണം, അതാണ്. ഇതിൽ കുറച്ചും കൂടെ വലിയ ഏരിയ എടുത്താലോ? അപ്പം ദാറ്റ് ഏരിയ ഇൻറ്റു സിഗ്മ ചെയ്താൽ മതി. സിഗ്മ ഡി എസ്, സിഗ്മ ഇൻറ്റു ഏരിയ, അതാണ് അവിടുത്തെ ചാർജ്. അപ്പോൾ ചാർജ് ഇസ് ഈക്വൽ ടു സിഗ്മ ഡി എസ്. സോ ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ കൊളൂം പെർ മീറ്റർ സ്ക്വയർ. ഇതിൻ്റെ യൂണിറ്റ് കൊളൂം, ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. കൊളൂം പെർ മീറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് ഇറ്റ്സ് യൂണിറ്റ്. ദ ടോട്ടൽ ഫോഴ്സ് എഫ് ഓൺ ദ ടെസ്റ്റ് ചാർജ് Q0. ടെസ്റ്റ് ചാർജ് എന്ന് പറയാൻ കാരണം ഇതൊരു ചെറിയൊരു ചാർജാണിത്, ടെസ്റ്റ് ചാർജ്. ഇത് വലിയ ചാർജ്, സോഴ്സ് ചാർജ് എന്നാണ് പറയാം. ചെറിയ ചാർജ് ടെസ്റ്റ് ചാർജ്. അപ്പം ടെസ്റ്റ് ചാർജ് മേലെ ഈ ഷീറ്റ് എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം പോസിറ്റീവ് ചാർജാണ്, റിപ്പൽ ചെയ്യുള്ളൂ. അതിനെ ചെറിയൊരു ചാർജിനെ കൊണ്ടെന്ന് വെച്ചാൽ റിപ്പൽ ചെയ്യുള്ളൂ. ദാറ്റ് വിൽ ബി ടുവേഴ്സ് റൈറ്റ്, അവേ ഫ്രം ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്, അവേ ഫ്രം ഇറ്റ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കിട്ടി. ഇനി മാഗ്നറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മൾ കൊളൂംസിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു ചെറിയ ചാർജ് ഡി ക്യൂ, ഇതൊരു അതിലും ചെറിയ ചാർജ് Q0, ഏകദേശം പോയിന്റ് ചാർജസ് ആണ്. അപ്പോൾ കൊളൂംസിൽ അപ്ലൈ ചെയ്യാം. ഫോഴ്സ് ഈക്വൽ ടു 1/4πε0 Q0 dq by r square into r cap. R cap is the unit vector in the direction of force. Okay. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ ദ ഏരിയ, നേരത്തെ നമ്മൾ ഇൻ്റഗ്രൽ ഓവർ ദ ലെങ്ത് ആണ് ചെയ്തത്. നൗ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ്റഗ്രൽ ഓവർ ദ ഹോൾ ഏരിയ എസ്. ഇൻ്റഗ്രൽ ഓവർ എസ് സിഗ്മ ഡി എസ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഞാൻ ഒരു വോളിയം ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ പറയാൻ പറ്റും, ഞാൻ പറയാണ്ട് തന്നെ പറയാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. വോള്യത്തുമ്മലാണെങ്കിൽ ചാർജസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ എ വോള്യം നോക്കിയേ, ഇവിടെ ഒരു സോളിഡ് ബോഡിയാണ്, വോള്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു ഭാഗം മാത്രം എടുത്തിരിക്കുകയാണ് ക്യൂബിക്കൽ വോള്യം. അപ്പോൾ എ സ്മോൾ ക്യൂബ് ഈസ് കൺസിഡേർഡ് ഇൻ ദ ബിഗ് ബോഡി. എ സ്മോൾ ക്യൂബ് ഈസ് കൺസിഡേർഡ് ദിറ്റ് ഈസ് ചാർജ്ഡ് പോസിറ്റീവ്ലി ആൻഡ് സ്മോൾ എ വോള്യം ഈസ് കൺസിഡേർഡ് ഡി വി. അതിൻ്റെ ചാർജ് ഡി ക്യൂ. അപ്പോൾ ചാർജ് പെർ യൂണിറ്റ് വോള്യം ഡി ക്യൂ ബൈ ഡി വി. ദാറ്റ് ഈസ് നോൺ ആസ് വോള്യം ചാർജ് ഡെൻസിറ്റി. വോള്യം ചാർജ് പെർ യൂണിറ്റ് വോള്യം, വോള്യം ചാർജ് ഡെൻസിറ്റി. റോ ഈക്വൽ ടു റോ എന്നാണ് കേട്ടോ അത് വായിക്കുന്നത്. അപ്പോൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ, സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, വോള്യം ചാർജ് ഡെൻസിറ്റി റോ, ഡി ക്യൂ ബൈ ഡി വി, കൊളൂം പെർ മീറ്റർ ക്യൂബ് യൂണിറ്റ്. അപ്പോൾ വോള്യത്തുമേലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എന്താണ് എടുക്കേണ്ടത്? റോ ആണ് എടുക്കേണ്ടത്, വോള്യം ചാർജ് ഡെൻസിറ്റി. ഏരിയയിലാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ എടുക്കേണ്ടത്? ക്ലാസ് ഇതല്ലേ, ഇത് ഇടാം കേട്ടോ, ഇടാം. ടീച്ചർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇടാം കേട്ടോ. അപ്പം വോള്യം എന്നും ഇടാം, കാരണം കഴിഞ്ഞ ദിവസം ടീച്ചർ മറന്നതാണ്. ഇപ്പം അഥവാ ടീച്ചർ മറക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. കഴിഞ്ഞ ദിവസം റെക്കോർഡിന് ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് വെച്ച്. എല്ലാ ദിവസവും ഇടാനാണ് ടീച്ചർക്ക് താല്പര്യം. ഓക്കെ, അപ്പം ഇത് മനസ്സിലായോ മെഹറുനീസ? വാട്ട് ഈസ് റോ? ടീച്ചർ അത് ഒരു ഫോൺ വന്നപ്പോ ടീച്ചർ പറയുന്നൊക്കെ മ്യൂട്ട് ആയി പോയി. ഓ അത് ശരി, ഓക്കെ. എന്നാൽ അടുത്ത ആളോട് ചോദിക്കാം.
Janaprakash, what is the charge per unit volume? Poya, Janaprakash poya. Yes, teacher. What is volume charge density? How will you find volume charge density? Rho. Volume charge density rho dq by dv. Very good. What is its unit? Unit coulomb per meter cube. ഓക്കെ അപ്പോൾ ഫോഴ്സ് കാണാനുള്ള ഫോർമുല അപ്പം നമ്മൾ ഇതൊരു ചെറിയൊരു ചാർജായിട്ട് കൺസിഡർ ചെയ്യും ഡി ക്യു. ഇതൊരു ചാർജ് പോയിന്റ് ചാർജാണ് Q0. വി ക്യാൻ അപ്ലൈ കൊളൂംസ് ലോ ടു ഫൈൻഡ് ദ ഫോഴ്സ് 1/4 പൈ എപ്സിലോൺ 0 Q0 ഇൻറ്റു ഡി ക്യു ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. അപ്പം റോ ഡി വി എന്ന് എഴുതണം, ഡി ക്യുവിൻ്റെ പ്ലേസിൽ റോ ഡി വി എഴുതണം. പിന്നെ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ ഹോൾ വോള്യം, ഇൻ്റഗ്രൽ ഓവർ ദ ഹോൾ വോള്യം റോ ഡി വി ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. അപ്പം ഇത് ജസ്റ്റ് അതെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, കാരണം വലിയ ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ആവശ്യം വരും കേട്ടോ. ഇനി മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ഇതാണ്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിന് ടീച്ചർ വീഡിയോ വെച്ചിട്ട് കുറച്ച് നന്നായി മനസ്സിലാക്കും. Okay. Force. So this entire region is the electric field of plus Q, and this region is, we can, teacher ആദ്യം പറയാം. You can see a charge Q here. കണ്ടോ, ഒരു ചാർജ് പ്ലസ് Q എന്നുള്ള ഒരു ചാർജാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അറൗണ്ട് ദാറ്റ് ചാർജ് ദർ ഇസ് എൻ ഇലക്ട്രിക് ഫീൽഡ്. അത് നമ്മൾ എങ്ങനെ അറിയും? There is an electric field around that charge.